ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചും കൂടെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ ആദിമോന്റെ കണ്ണിലെ കെട്ടഴിച്ചു. ആദ്യം ശ്രുതിയെ തന്നെ ആദിമോന് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മുടെ ശ്രുതി വന്നു. ആദിമോൻ ഓടിച്ചെന്നല്ല, ശ്രുതി അടുത്ത് വന്നപ്പം ആദിമോൻ കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുക്കുന്നു. അവരുടെ ആ ഒരു അമ്മയും മകനുമുള്ള സ്നേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ രേവതി കയറി വരുന്നത്. അപ്പൊ അതുവരെയുള്ള വിശേഷം ഞാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാലൻസ് ആണ് പറയുന്നത്. ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. അതിന്റെ ബാലൻസ് ആണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ അങ്ങനെ രേവതി കണ്ടിട്ട് അന്താളിച്ച് നിൽക്കുകയാണ്. രേവതിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ശ്രുതി ആദിമോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തോണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ശ്രുതിയുടെ അമ്മ രേവതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ശ്രുതിയെ പെട്ടെന്ന് ഇങ്ങനെ കൈ കൊണ്ട് തട്ടിയപ്പോഴത്തേക്കും രേവതിനെ ഒന്ന് നോക്കി. പെട്ടെന്ന് അങ്ങ് കുട്ടിയുടെ ആ ഒരു കെട്ടിപ്പിടുത്തമൊക്കെ അങ്ങ് വിട്ടിട്ട് പെട്ടെന്നൊന്നിങ്ങനെ നീങ്ങിയപ്പോഴത്തേക്ക് രേവതി, ഇതെന്താ ശ്രുതി നീ കാണിക്കുന്നത്? നിനക്ക് ആദിമോനെ ഇത്രയ്ക്ക് ഇഷ്ടമാണോ? ആദിമോനെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. എന്താ പറ്റിയത് നിനക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അത് പിന്നെ എന്താണെന്നറിയത്തില്ല, ഇവന് ആ ഒരു സ്നേഹം കിട്ടിയിട്ടായിരിക്കും. ഇവൻ അമ്മയെ പോലെയാ ഇപ്പം ശ്രുതിയെ കാണുന്നത്. അതുകൊണ്ട് അമ്മ എന്നൊക്കെ വിളിച്ചത് ഇവന്. എന്തോ ചോറൊക്കെ വാരി കൊടുത്തു. മാത്രമല്ല ഇവന്റെ അമ്മയുടെ ഒരു ചെറിയ ഷേപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവന്റെ അമ്മയായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ട് ഇവൻ ആ ഒരു സ്നേഹപ്രകടനം കാണിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് കുട്ടിയെ വെറുതെ എന്തിനാ വിഷമിപ്പിക്കുന്നതെന്ന് ഓർത്തിട്ട് ശ്രുതിയും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞ അത് നല്ല കാര്യം തന്നെയാണ് ശ്രുതി ചെയ്തത്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മളിങ്ങനെ അമ്മയും അച്ഛനും ഒക്കെ ഇല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് സ്നേഹം കൊടുക്കുമ്പം അവർ നമ്മുടെ സ്നേഹത്തിൽ അങ്ങ് വീഴും. ഏതായാലും ഇത് വിശ്വസിക്കാൻ പറ്റുന്ന സ്നേഹമാണല്ലോ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സച്ചി വന്നു. സച്ചി വന്നിട്ട് ദേ ആൻറ്റി ബില്ലടച്ചു കേട്ടോ, ബില്ലടച്ചിട്ടുണ്ട്, മെഡിസിൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ പറഞ്ഞു, എന്തിനാ വെറുതെ മോനെ നീ ബില്ല് അടച്ചത്? അതിന്റെ കാര്യമില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത്? ആന്റി എൻ്റെ സ്വന്തം അമ്മയെ പോലെയും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട ആരെയൊക്കെ പോലെ തന്നെയാണ്. ആദിമോനും അങ്ങനെയാണ്. അതുകൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ശ്രുതി അവിടെ നിൽക്കുന്നത് സച്ചി കണ്ടത്. ശ്രുതി ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റി? പൗഡർ എടുത്ത് ഇവിടെ നിൽക്കുന്നു, പോയില്ലേ പൗഡർ എടുത്ത്? എന്താ പൗഡർ എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? ആ, ആദിമോനെ കാണാനായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇവര് പോയോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പിക്കാനായിരിക്കൂലേ. അപ്പൊ പെട്ടെന്ന് ശ്രുതി ഞെട്ടിപ്പോയപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ ചോദിച്ചു, അതെന്താ സച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങൾ പോയോ ഇല്ലോ എന്ന് ഉറപ്പാക്കിയിട്ട് വേണമല്ലോ റൂം എടുക്കാനായിട്ട്. കെട്ടിയവനും കെട്ടിയവൾക്ക് റൂം ഇല്ലാതെ ശ്വാസം മുട്ടുകയാണ്. ഇവരുടെ റൂമിലാണല്ലോ നിങ്ങൾ കിടന്നത്. അപ്പൊ നിങ്ങൾ പോയി എന്ന് ഉറപ്പ് വരുത്തിയ രണ്ടുപേർക്ക് സന്തോഷിക്കാമല്ലോ. അതിനുവേണ്ടി ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞപ്പം, ഹേയ് ഞാൻ അതുകൊണ്ടൊന്നും അല്ല സച്ചി വന്നത്. ഇവര് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. ഇത് ആദിമോന്റെ അല്ലേ, ഇത് അവിടെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇത് തരാനായിട്ട് ഞാൻ അലമാര തുറന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പൊ ഇത് തരാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ സച്ചി, ഓ അപ്പൊ ഇത് തരാൻ വേണ്ടി വന്നതാണല്ലേ? അല്ല, എങ്ങനെ തോന്നുന്നു ഇതിനൊക്കെയുള്ള മനസ്സ്? അല്ലെ, ഇവരെ എത്രയും പെട്ടെന്ന് പോകണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ സച്ചിയോട് രേവതി പറഞ്ഞു, എൻ്റെ പൊന്നു സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക. അതേ ഇപ്പം രോഹിണി എന്നല്ല സോറി, നമ്മുടെ ശ്രുതിനെ ആദിമോൻ കാണുന്നത് അമ്മയെ പോലെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നെന്ന്. അപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു, അമ്മേനെ പോലെയോ? അതെന്ത് കാണലാ മോനെ നീ കണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അത് പിന്നെ വേറൊന്നുമല്ല, ചോറ് വാരി കൊടുക്കുകയും അവിടെ വന്ന് കെയർ ഒക്കെ ചെയ്തല്ലോ, ഈ കുട്ടിയും കെയർ ഒക്കെ ചെയ്തായിരുന്നല്ലോ ശ്രുതി. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവന് പെട്ടെന്ന് അവന്റെ അമ്മയെ പോലെ തോന്നി. ഇപ്പൊ ചെറിയൊരു ഷേപ്പ് ഒക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അവന് ആ ഒരു ഫീലിംഗ് തോന്നി, അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ ആണോ? അല്ല, അമ്മയുടെ മോളുടെ ഫോട്ടോ തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ, ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ആര് രേവതി. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മ വിഷയം മാറ്റി വിടുക, അയ്യോ പോകണ്ടേ, നമുക്ക് ഫോട്ടോ ഞാൻ പിന്നെ തരാട്ടോ, ഇപ്പൊ എൻ്റെ കയ്യിൽ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ, ഇനി നാട്ടിലേക്ക് ഒരു ദിവസം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം, ഏതായാലും ഇപ്പൊ ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ഒന്ന് രണ്ട് ദിവസം കൂടെ നിന്നിട്ട് പോ, ആദ്യമോൻ ഇവിടെ നിൽക്കാൻ ഇഷ്ടമാണല്ലോ, അപ്പൊ ഒന്ന് രണ്ട് ദിവസം നിന്നിട്ട് പോകാൻ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ ശരിയായില്ല, എനിക്ക് അവിടെ ചെന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, മാത്രമല്ല ഇവന്റെ ക്ലാസ് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുക, ഇവൻ മുതിർന്നു വരികയല്ലേ, പഠിക്കണ്ടേ കുട്ടിക്ക്, അതുകൊണ്ട് തന്നെ പോയേ പറ്റൂ എന്ന് പറയാം. അപ്പൊ സച്ചി രേവതിയും പറഞ്ഞു, എന്നാ പിന്നെ ബാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഇവര് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം
ശ്രുതിയുടെ അമ്മ ഇവരെ ഒഴിവാക്കാൻ നോക്കുക, വേണ്ട നിങ്ങൾ കൊണ്ടുവിടണ്ട, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞപ്പോൾ ഹേയ് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ബസ് സ്റ്റാൻഡ് വരെയെങ്കിലും ഞങ്ങൾ കൊണ്ടുവിടും, കൊണ്ടുവിട്ടേ പറ്റത്തുള്ളൂ, ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉള്ളതാ, പിന്നെ ഡിസ്ചാർജിന്റെ കാര്യമൊക്കെ അല്ല, ഡിസ്ചാർജിന്റെ അല്ല ബില്ലിന്റെ കാര്യമൊക്കെ ഓർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ബില്ലൊക്കെ ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അത് ഞങ്ങളുടെ ഔദാര്യമായിട്ടൊന്നും കാണരുത്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, എൻ്റെ എന്തോ വേണ്ടപ്പെട്ടവരായിട്ട് എനിക്ക് ആദീനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാ, അതോർത്ത് ഇനി സങ്കടപ്പെടുവൊന്നും വേണ്ട, ആ ഒരു പൈസ ഇനി ബാധ്യതയാണെന്നൊന്നും വിചാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് സത്യം പറഞ്ഞ ഇവരുടെ ഈ സ്നേഹം ഉണ്ടല്ലോ, നമ്മുടെ ശ്രുതിയുടെ അമ്മയോടും ആദിമോനോടുള്ള സ്നേഹം കണ്ടിട്ട് ഒരു സമാധാനം ഇല്ല കേട്ടോ. കാരണം ഒരിക്കലും നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടമല്ല രേവതിയും സച്ചിയും ആദിമോനെ സ്നേഹിക്കുന്നത്. പശു ഒട്ട് പുല്ല് തിന്നുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കോ ഇല്ലെന്നൊക്കെ, എന്നെ പട്ടി ഒട്ട് പുല്ല് തിന്നുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കോ ഇല്ലെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ പിന്നെ നമ്മുടെ ശ്രുതി ഏറ്റെടുത്ത് കുട്ടിയെ ഏറ്റെടുത്ത് വളർത്തുമോ, അതുമില്ല, സ്നേഹിക്കുന്നവരെ കൊണ്ടിട്ട് സ്നേഹിക്കാൻ സമ്മതിപ്പിക്കത്തുമില്ല, ആ ഒരു അവസ്ഥ. ഏതായാലും ഇവര് നേരെ പോവുകയാണ് നാട്ടിലേക്ക്, നമ്മുടെ രേവതിയും സച്ചിയും കൊണ്ടുപോവാണ്. ശ്രുതി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് നേരെ പോവാണ് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയോട് രേവതി ഒരു സംശയം പറയുന്നുണ്ട് കേട്ടോ. ഇവരങ്ങോട്ട് നമ്മുടെ സച്ചി അതുപോലെ ആദിയും ശ്രുതിയുടെ അമ്മയും കൂടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ രേവതി ശ്രുതിയോട് പറയാണ്, അത് പിന്നെ ശ്രുതി നീ ശ്രദ്ധിച്ചായിരുന്നോ, ആ പുള്ളിക്കാരിയോടെ ആന്റിയോടെ എപ്പോഴും നമ്മുടെ ആന്റിയുടെ മോളെക്കുറിച്ച് ചോദിക്കുമ്പം ആന്റി ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നിനക്ക് അങ്ങനെ തോന്നിയോ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതി ഒന്ന് അമ്പരന്ന് പോവാണേ. കാരണം ശ്രുതിക്ക് മനസ്സിലായി രേവതിക്ക് അത് ഒഴിഞ്ഞു മാറുന്ന പോലെ, അത് പറയാൻ ആഗ്രഹിക്കാത്ത പോലെ ശ്രുതിയുടെ അമ്മ കാണിക്കുന്നുണ്ടെന്ന് രേവതിക്ക് മനസ്സിലായി എന്ന് ഓർത്തപ്പോൾ ശ്രുതി ഞെട്ടിപ്പോയി. അപ്പൊ ശ്രുതിയോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കും, നിനക്ക് അങ്ങനെ തോന്നിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഹേയ് എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല, പിന്നെ മറ്റുള്ളവർക്ക് പറയാൻ താല്പര്യമില്ലാത്ത കാര്യം നമ്മൾ കിള്ളി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ രേവതി, ഏതായാലും ഞാൻ പോവുകയാണേ, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ട് ഒഴിവായി അങ്ങ് പോയത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരം പരപരാ വെളുക്കുന്നു, നമ്മുടെ ചന്ദ്രോദയം വീട് കാണിക്കുന്നു. അവിടെ രേവതി ആണെങ്കിൽ നമ്മുടെ രവീന്ദ്രന് ഗുളിക എടുത്തു കൊടുക്കുന്നു, ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. അപ്പൊ ഒരു വെളുപ്പാങ്കാലമാണ് കാണിക്കുന്നത്. ഈ സമയത്ത് തന്നെ നമ്മുടെ സുധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സുധിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാണ്, കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിരിക്കുന്നു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചന്ദ്രയും വന്നു. ചന്ദ്ര നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ആകപ്പാടെ ഒന്ന് മാറി നിൽക്കുകയാണ്. നല്ലൊരു ജീൻസ് എന്ന് പറയുന്നത് നല്ലൊരു പാന്റും ഒരു ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുക. പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, ഇതെന്താ മനുഷ്യ, നിങ്ങൾ ഈ ഷർട്ടും പാന്റും ഇട്ടിട്ടാണോ ജോഗിങ്ങിന് പോകുന്നത്? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് നമ്മുടെ സച്ചു വന്നിട്ട് പറഞ്ഞു, അതിപ്പോ എന്താ ഷർട്ടും പാന്റും ഇട്ടിട്ട് ജോഗിങ്ങിന് പോയാല്, അതെ എന്റെ അച്ഛനെ 5-6 പേര് നോക്കുന്ന ഓർത്തിട്ടായിരിക്കൂലേ. സംശയമുണ്ടപ്പോ. ഗ്ലാമർ ഉള്ളതുകൊണ്ട് ഈ വയസ്സാം കാലത്തും ചിലപ്പോ എന്റെ അച്ഛനെ ആരെങ്കിലും ഒക്കെ നോക്കിന്നിരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞോ, പിന്നെ ഭയങ്കര ഗ്ലാമർ, അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്. അല്ല ഇതുപോലെ ജോഗിങ്ങിന് ഞാൻ പോയി കണ്ടിട്ടില്ല, ഇതിപ്പം ജോഗിങ്ങിനല്ലല്ലോ പോകുന്നത്, വേറെ എങ്ങോട്ടെങ്കിൽ ആണ്ടാണല്ലോ രാവിലെ എഴുന്നള്ളി പോകുന്നതെന്ന് ഇങ്ങനെ ചന്ദ്ര പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ ചന്ദ്രേ, ഞാനേ 2 കല്യാണം. 2 കല്യാണമോ എന്ന് സച്ചി ചോദിച്ചു. അച്ഛൻ 2 കല്യാണം കഴിക്കാൻ പോവാണോ? ഓ എന്റെ ഈശ്വര, രക്ഷപ്പെട്ടു, അച്ഛന്റെ ജീവിതം ഇനി എങ്കിലും രക്ഷപ്പെടുകയുള്ളൂ, അല്ലാതെ ഇവിടെ കിടന്നോണ്ട് എന്റെ അച്ഛന്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി നീ തോക്കി കയറി വെടിവെക്കാതെ, ഞാനേ 2 കല്യാണം ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ യൂണിയൻ ഓഫീസിൽ എല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പൊ 2 കല്യാണത്തിനും പങ്കെടുക്കണം. അപ്പൊ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ 2 കല്യാണത്തിനും പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ഓ ഓ അങ്ങനെ. ഏതായാലും അച്ഛനൊരു കാര്യം ചെയ്യാം, ജോളിയായിട്ട് കല്യാണത്തിന് പോയിട്ട് വാ, അല്ലെങ്കിൽ ഇങ്ങനെ റൂമിനകത്തൊക്കെ അടച്ചിട്ട് ഇരിക്കുന്നതിന് ഒരു പരിധിയില്ലേ. എന്റെ അച്ഛൻ പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നേ, അടിച്ചു പൊളിച്ച് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. ചിലവര് കൂടെ ഇല്ലെങ്കിൽ സമാധാനം കിട്ടുമല്ലോ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പോയി അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പിന്നെ അടിച്ചു പൊളിക്കാൻ പറ്റിയ പ്രായമാണല്ലോ. അതെന്താ, എൻ്റെ അച്ഛന് ഇത്രയും വലിയ പ്രായമൊന്നും ആയിട്ടില്ല, അല്ലെങ്കിലും അടിച്ചു പൊളിക്കുന്നതിൽ പ്രായത്തിന്റെ ആ ഒരു ഭേദഗതി ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ പ്രായമുള്ളവർക്ക് അടിച്ചു പൊളിക്കാം, പ്രായമില്ലാത്തവർക്ക് അടിച്ചു പൊളിക്കാം. അച്ഛൻ പോവച്ചാ, അച്ഛൻ അടിച്ചു പൊളിച്ചിട്ട് വന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും രവീന്ദ്രൻ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ്. ഈ സമയത്താണ് നമ്മുടെ സുധിയും കാപ്പി കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നതും ചന്ദ്രയൊക്കെ കാപ്പി കുടിക്കുന്നത്. അപ്പൊ ഇവർ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയോട് ശ്രുതി പറയാണ്, അതെ എനിക്ക് ഇന്ന് ഒരു ക്ലയന്റിനെ കാണാൻ പോകാനുണ്ട്, അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ശ്രുതി, നീ ഇന്ന് കടയിൽ വരണമെന്ന്. അപ്പൊ ശ്രുതി പറഞ്ഞു, അയ്യോ അതെങ്ങനെ ശരിയാകും, എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമല്ലോ. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, അത് ശരിയാണല്ലോ, ഇവക്ക് ബ്യൂട്ടി പാർലറിൽ പോകണ്ടേ, നിന്റെ കൂടി ഇങ്ങനെ തെണ്ടി നടന്ന് സമയം കളയാനൊന്നും ഈ കൊച്ചിന്റെ കയ്യിലില്ല, അവർക്ക് ബ്യൂട്ടി പാർലർ നോക്കണം. പിന്നെ നിനക്ക് അവിടെ സ്റ്റാഫുകളൊക്കെ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, സ്റ്റാഫ് ഏതായാലും നമ്മളെ പോലെ ആവില്ലല്ലോ ശ്രുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എന്നാ പിന്നെ ഞാനൊരു ഐഡിയ പറയാം, ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ ഞാൻ ഇന്ന് പോയിരിക്കാം, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ശ്രുതി പറഞ്ഞാൽ എന്നാ ശരി അമ്മ പോയിരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്ത്, എന്റെ ദൈവമേ പണി കിട്ടൂലോ, നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ ചന്ദ്ര പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട പണി തന്നെ കിട്ടും. എന്ത് പണി കിട്ടും?
വേറൊരു പണിയല്ല കിട്ടാൻ പോകുന്നത്. നമ്മുടെ ശ്രുതി അല്ല അതിന്റെ ഓണർ എന്ന് തെളിയും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി അയ്യോ അത് വേണ്ട ആന്റി, ആന്റി പോയി അവിടെ ഒന്നും ഇരുന്ന് സമയം കളയണ്ട. അയ്യോ മോളെ, ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, എനിക്ക് അവിടെ പോകത്തില്ലേ? ഓ അതൊന്നും സാരമില്ല മോളെ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞപ്പം വേണ്ട വേണ്ട ആന്റിക്ക് അത് വലിയ ബുദ്ധിമുട്ടാകും, അവിടെ ചെന്ന് ഡീലൊക്കെ ചെയ്യാനേ ഭയങ്കര പാടാ, അത് ആന്റിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് ആന്റി പോകണ്ടെന്ന്. അപ്പം തന്നെ ചന്ദ്രയുടെ മുഖം ഒന്നിങ്ങനെ മങ്ങി കേട്ടോ. പിന്നെ പോകണ്ട വരണ്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വലിഞ്ഞു കയറി ചെയ്യില്ല മാത്രം നമ്മുടെ ചന്ദ്ര അത്രയ്ക്ക് ഒരു അഭിമാനമില്ലാത്ത പെണ്ണുമ്പുള്ളി അല്ലല്ലോ. നമ്മുടെ ചന്ദ്രയ്ക്ക് എല്ലാത്തിനും അതിൻ്റെതായ ഒരു അഭിമാനവും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ മുഖമൊക്കെ മാറിയിട്ട് ചന്ദ്ര അങ്ങ് കുരിഞ്ഞങ്ങിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും തുടങ്ങി. ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ സച്ചി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. സച്ചിയുടെ കൂട്ടുകാരനായതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് വലിയ വെറുപ്പാണ്. ചന്ദ്ര ഇത് ആരാന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് സച്ചിയുടെ കൂട്ടുകാരൻ. അപ്പൊ സച്ചി ഈ ഒരു സമയത്ത് തന്നെ വന്നു. ഏടാ നീയോ, നിനി എത്ര നാളായിടാ കണ്ടിട്ട്, വാ കേറി വാ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തുകയാണ്. അപ്പം ശ്രുതിയും അതുപോലെ ശ്രുതിയും നമ്മുടെ ചന്ദ്രയും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് അവിടെ നിന്ന് അനങ്ങുന്നൊന്നും ഇല്ല കേട്ടോ. കാരണം ഒരു മാനേഴ്സ് ഇല്ലാത്ത കൂട്ടങ്ങളാണല്ലോ ഇതുങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് സച്ചിയുടെ കൂട്ടുകാരനാണല്ലോ വന്നത്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് എണീക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. അങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞു, അതെ ഞാൻ ഇങ്ങോട്ട് വന്നത് വേറൊന്നിനും അല്ലടാ, ഒരു കല്യാണം വിളിക്കാനായിരുന്നു. എടാ നിന്റെ കല്യാണമാണോടാ? അയ്യോ എന്റെ കല്യാണം എങ്ങനെ നടക്കാനാടാ, എന്റെ താഴെ ഒരു ചേട്ടനുണ്ടല്ലോ, സോറി എന്റെ മേളിലൊരു ചേട്ടനുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്റെ ചേട്ടന്റെ കല്യാണം നടന്നിട്ടല്ലേ എന്റെ കല്യാണം നടക്കത്തുള്ളൂ. എന്റെ ചേട്ടന്റെ കല്യാണമാ, ഏതായാലും കല്യാണം കഴിക്കാൻ പോവാണല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അതേടാ ഇതാ കുറി എന്ന് പറഞ്ഞ് കുറി കൊടുക്കാണ്. കല്യാണക്കുറി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പം എടാ ഇത് മറ്റേ പെണ്ണല്ലല്ലോടാ, നിന്റെ ചേട്ടൻ ഒരു പെണ്ണുമായിട്ട് സെറ്റാക്കി വെച്ചിരിക്കില്ലായിരുന്നോ, ഇത് വേറൊരു പെണ്ണാണല്ലോ. മറ്റേ പെണ്ണൊക്കെ പോയെന്നേ, ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമായി. ഇതിപ്പം കല്ലിന്റെ ആലോചിച്ച് അറേഞ്ച് മാരേജിലാണ്, ഇഷ്ടപ്പെട്ട ഒരു അറേഞ്ച് മാരേജ് ആന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അറേഞ്ച് മാരേജ് അല്ല. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നു കേട്ടോ അങ്ങോട്ട്. അപ്പൊ രേവതിനെ ഇങ്ങനെ കാണിച്ചു, ഇതെന്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഈ ഒരു സമയത്ത് ആ കൂട്ടുകാരൻ സച്ചിയോടും ഭാര്യയോടും നിങ്ങൾ ഒരുമിച്ച് വരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സച്ചി പറഞ്ഞത്, എടാ കല്യാണമൊക്കെയാണ് ശരിയാണ്, രക്ഷയുണ്ടല്ലോ ഒന്ന് സൂക്ഷിച്ചോണം. അപ്പോഴത്തേക്കും അയാൾ ചോദിച്ചു, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അതേ ഈ കല്യാണത്തിന്റെ അന്ന് ആ പെണ്ണ് ഒളിച്ചോടി പോയി കഴിഞ്ഞാലേ, പെണ്ണല്ല സോറി നിന്റെ ചേട്ടന് മറ്റേ പെണ്ണിന്റെ കൂടെ, ആദ്യത്തെ ആ പെണ്ണിന്റെ കൂടെ വല്ല ഒളിച്ചോടി പോയി കഴിഞ്ഞാലേ കെട്ടാൻ വേറെ ചെക്കനില്ലല്ലോ, പിന്നെ ഈ കല്യാണം ആലോചിച്ച പെണ്ണെ നിന്റെ തലയിലാകും, പിന്നെ നീ അനുഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സൂക്ഷിച്ചോടെന്ന്, ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നോണെന്ന്. ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. പക്ഷെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും അങ്ങോട്ട് ചിരി വരികയാണ് കേട്ടോ. കേട്ടില്ലേ പറഞ്ഞത്. അപ്പം വലിയൊരു ബാധ്യത തന്നെയാ രേവതി അവന്. വെറുതെ പ്രഹസനമാ സ്നേഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നതാ എന്നിങ്ങനെ ശ്രുതിയോടൊക്കെ പറയുകയും ചെയ്തു. അവരിങ്ങനെ കളിയാക്കി ഇരുന്ന് ചിരിക്കുകയാണ്. രേവതി ഇത് കണ്ടിട്ട് എന്തോ പോലെ ആയിപ്പോട്ടെ. രേവതി അവർ ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. സച്ചി ഇത് പറഞ്ഞത് കേട്ടിട്ടും രേവതിക്ക് അങ്ങ് വല്ലാണ്ടായിപ്പോയി. സച്ചി ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സച്ചി ചുമ്മാ ഈ വിടുവായിത്തരം വിളിച്ച് പറയുകയല്ലേ, ചുമ്മാ തമാശയ്ക്ക് ഓരോന്ന് വലിയ സംഭവമാണെന്ന് ഓർന്ന് വിളിച്ചു പറയല, അതുപോലെ അങ്ങ് വിളിച്ചു പറഞ്ഞതാ. പക്ഷെ രേവതി അത് കേൾക്കുന്നോ, രേവതി ആ ഒരു രീതിയിൽ എടുക്കുന്നോ ഒന്നും സച്ചി വിചാരിക്കുന്നില്ല. രേവതി ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രേവതിക്ക് അങ്ങ് എന്തോ മനസ്സങ്ങ് മടുത്തു പോവാണ്. ഏതായാലും ആ കൂട്ടുകാരൻ അങ്ങ് പോയി. അപ്പൊ നമ്മുടെ സച്ചി എണീറ്റ് അങ്ങ് പോയി. ഈ സമയത്താണ് രേവതി അവിടെ നിൽക്കുന്നത്. അപ്പൊ രേവതിനെ നോക്കിട്ടോ, അയ്യോ എന്തായിരുന്നു ഒന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി, അത് ഇത് എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര ആഘോഷമല്ലായിരുന്നോ? ഇപ്പൊ കണ്ടില്ലേ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ്. അവൻ ഇത് വലിയൊരു ഭാരം തന്നെയാ, ഭാരം. ആ ഭാരത്തെ ചുമലിലേന്തി അവൻ ചുമക്കുന്നു. ഇപ്പൊ അവന്റെ മനസ്സിലിരിപ്പ് വെളി വന്നത് കണ്ടാ എന്ന്. ഇത് കേട്ടതും രേവതിക്ക് സത്യം പറഞ്ഞ വീണ്ടും സങ്കടമായി. രേവതി അവിടെ നിന്ന് മാറിപ്പോയി കേട്ടോ. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വല്ലാത്ത സങ്കടത്തോടു കൂടി നമ്മുടെ രേവതി നിൽക്കുകയാണ്. ഏതായാലും ഇനി രേവതി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായില്ലേ സച്ചിയായിട്ട് പിണങ്ങിയിട്ട്. അപ്പം രേവതിക്ക് ദേഷ്യമുണ്ട്, സച്ചിയോട് നല്ല ദേഷ്യമുണ്ട്. ഏതായാലും ആ ദേഷ്യം നമ്മുടെ രേവതി പല രീതികളിൽ തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശേഷമൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ പറയാമേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. അപ്പൊ ഇവിടെ കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് കൂടുതൽ പറയുന്നില്ല. ചിലപ്പോൾ ഇവിടെ വരെ എത്തിയില്ലെങ്കിലോ, ഇവിടെ വരെ എത്താൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒത്തിരി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വരെ എത്താൻ ചാൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നാളെ രാവിലെ കറക്റ്റ് 6:53 നമ്മൾ ഇന്ന് ഫുൾ വിശേഷം ഇടുന്നുണ്ട്. അതുപോലെ നയനയുടെയും ആദർശിന്റെയും കഥ എന്നും 7:30 ഫുൾ വിശേഷം ഇടുന്നുണ്ട്. ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പ്രേമവിശേഷം, രാത്രി ഒരു 9:30 ആകുമ്പം നമ്മുടെ നയനയുടെയും ആദർശിന്റെയും പ്രേമവിശേഷം, പിന്നെ ഏതാ അലീനയുടെ ഫുൾ വിശേഷവും പ്രേമവിശേഷവും നമ്മൾ റിയൽ സ്റ്റോറിക്കകത്തും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേരെ, റിയൽ സ്റ്റോറി. അപ്പൊ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്, ലൈക്ക് അടിക്കാത്തവരെ.